ആ നീയാണോടാ ഭാനുവിനെ മോളെ പോലെ കരുതുന്നു പറഞ്ഞു? നിങ്ങൾക്ക് എല്ലാവർക്കും പണം മാത്രം മതി അല്ലേ? അമ്മ, നോക്കിക്കോ, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കത്തില്ല. നെഞ്ചു കലക്കുന്ന വർത്തമാനമൊന്നും പറയില്ല അമ്മ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല മായ. എന്റെ മക്കളിൽ വേർതിരിവ് ഉണ്ടായ ഞാൻ ചെയ്യും. ഭാരതും സൂര്യ എല്ലാരും ഭാനുവിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചില്ല. നീ ഇവിടെ വീടും വീട്ടുകാരും വേണ്ടെന്നുള്ള രീതിയിൽ. അമ്മ വിഷമിക്കാതിരിക്കമ്മേ. ഭാനുവിന് ഒരു ആപത്തും വരൂല. സേതുണ്ണനെയും കൊണ്ട് ഞാൻ പോവാം. കേട്ടോ, കണ്ടോ? കൂടെ പിറപ്പല്ലെങ്കിലും ഈ രമേശൻ പറയുന്ന കേട്ടോ? കേക്കടാ. എന്നോട് ക്ഷമിക്കമ്മേ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. നിനക്കെന്താ സംഭവിച്ചെന്ന എനിക്ക് മനസ്സിലാവാത്തത്? സാധാരണ നീ ഇങ്ങനെയല്ലല്ലോ. എനിക്കൊരു സങ്കടം വന്നാൽ എന്റെ ഒരു ഭാഗത്ത് സമാധാനിപ്പിക്കാൻ നീ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അമ്മ ഒറ്റപ്പെട്ടു. ആയിക്കോട്ടെ അമ്മ, ക്ഷമിക്കമ്മേ. അപ്പോഴത്തെ വിഷമം കൊണ്ട് ഞാനും സീതോടൊപ്പം ഇറങ്ങിയത്. ഇപ്പൊ ഇതൊന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല മായ ഞാൻ. സേതു, നമ്മുടെ ഭാനു എവിടെയെന്ന് കണ്ടുപിടിക്കണം. അമ്മ വേണേ നിന്റെ കാല് പിടിക്കാം.